വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അനധികൃത ഏജന്റുമാരുടെ ശല്യം രൂക്ഷമായിരുന്നതായി പരാതി. ഹെലിപ്പാഡ്, പാപനാശം തുടങ്ങിയ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഏജന്റുമാർ തമ്മിലുള്ള സംഘർഷങ്ങളും പതിവാകുന്നതോടെ സഞ്ചാരികൾക്കും ടൂറിസം മേഖലയിലെ വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നാണ് ആരോപണം. പറവൂർ, കായിക്കര, വക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ചില സംഘങ്ങളാണ് വർക്കലയിൽ തമ്പടിച്ച് സഞ്ചാരികളെ സമീപിക്കുന്നതെന്നാണ് ആക്ഷേപം. താമസം, വാഹന സൗകര്യം, മസാജ്, വിനോദ പരിപാടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഒരുക്കാമെന്ന വാഗ്ദാനങ്ങളുമായാണ് ഇവർ ടൂറിസ്റ്റുകളെ സമീപിക്കുന്നത്. ഇതിന്റെ മറവിൽ സഞ്ചാരികളെ ചൂഷണം ചെയ്യുകയും അമിത തുക ഈടാക്കി പണം തട്ടുകയും ചെയ്യുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏജന്റുമാരിൽ ചിലർ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും ടൂറിസത്തിന്റെ മറവിൽ അനധികൃത ഇടപാടുകളും സാമ്പത്തിക തട്ടിപ്പുകളും നടത്തുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. മുമ്പ് കാലങ്ങളിലൊന്നും ഇവിടെ അധികം ഏജന്റുമാരോ ആരോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഒരു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാത്ത പോലും ഓരോ സ്ഥാപനങ്ങളിലേക്ക് ആളെ എത്തിക്കുന്ന രീതിയിൽ ഏജന്റുമാരുടെ എണ്ണം ഇവിടെ കൂടി. ബൈക്കിലും പല വണ്ടികളിലും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവരിവിടെ വന്നിട്ട് ഇവർക്കൊരു പ്രോപ്പർട്ടിയിലെ സ്റ്റാഫ് അല്ല, ഇവരുടെ ജോലി ചെയ്യുന്നവരുമല്ല. അപ്പൊ ഇവരുടെ ഇതൊരു ബിസിനസ് ആക്കി, ഒരു ഈസി ആയിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു മാർഗമാക്കി വെച്ചിട്ട് ഇവരിവിടെ വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ ഡയറക്റ്റ് ഒരു ബോർഡിൽ നോക്കി വിളിക്കുന്നവരെ അവരെ വന്ന് ഇവര് ക്യാൻവാസ് ചെയ്തിട്ട് നമ്മുടെ വരുന്ന കസ്റ്റമറെ കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് വില കുറച്ച് കൊടുക്കുകയും, അത് നമ്മുടെ വിഷയമല്ല, അത് അവരുടെ ആയിക്കോട്ടെ. പക്ഷെ അവരൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. സഞ്ചാരികളിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ ലഭ്യമാക്കാതിരിക്കുക, അമിത നിരക്കുകൾ ഈടാക്കുക തുടങ്ങിയ പരാതികളും വ്യാപകമാണ്. വർക്കലയില് ടൂറിസ്റ്റ് പ്ലേസ് ആയ ഹെലിപ്പാഡ് പരിസരങ്ങളിലും ഈ സറൗണ്ടിങ്ങിൽ ഉള്ള കുറച്ച് സ്ഥലങ്ങളിലുള്ള കുറെ റിസോർട്ടുകാരും ഇവിടെ ഏജന്റന്മാര് ഈ ഹെലിപ്പാഡിൽ വന്ന് തമ്പടിക്കുകയും ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ അടികൂടുകയും ടൂറിസ്റ്റുകൾക്ക് അത് ഭയങ്കരമായ ശല്യമായി വരികയും ചെയ്യുകയാണ്. ഹെലിപ്പാഡ് മേഖലയിൽ അനധികൃതമായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്ത് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന സംഘങ്ങളും സജീവമാണെന്ന് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പറയുന്നു. സ്റ്റാൻഡുകളിൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ ഇതിനെ ചോദ്യം ചെയ്താൽ ഭീഷണിപ്പെടുത്തുകയും ചിലപ്പോൾ ആക്രമണത്തിന് വരെ മുതിരുകയും ചെയ്യുന്നുവെന്നാണ് ആരോപണം. ഇവിടെ സ്ഥിരമായിട്ട് ഇതുള്ളതാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഇവിടെ നിന്ന് ആളിനെ പിടിച്ചുകൊണ്ടവർ പോകുന്നത്. നമ്മൾ ബുക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റ് പോലും ഇവിടെ വന്ന് നമ്മളെ ബോർഡിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് കാരണം നമുക്കിപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഈ ലക്ഷങ്ങൾ നമ്മൾ എങ്ങനെ പിടിക്കും? ഇവരിങ്ങനെ ഓരോരുത്തർ നമ്മൾ ബുക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റിനെ കൊണ്ടുപോകുന്നത്. നമ്മളെ റിസോർട്ടിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ നമ്മളെ ഗസ്റ്റ് വരുന്ന മാപ്പ് നോക്കിയാണ് അവരവിടെ വരുന്നത്. ആ ഗസ്റ്റിന് ഇവിടെ വന്നിട്ട് നമ്മളെ ബോർഡിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നുകൊണ്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് ഇവിടെ ഇപ്പൊ നിരന്തരം ഒരു ശല്യമാണ്. ടൂറിസ്റ്റുകളെ സ്വന്തമാക്കാനുള്ള മത്സരമാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്. സഞ്ചാരികൾക്ക് മുന്നിൽ തന്നെ ഏജന്റുമാർ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടക്കുന്നത് വർക്കലയുടെ ടൂറിസം പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നതായി മേഖലയിലെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അനധികൃത ഏജന്റുമാരുടെ ഇടപെടൽ മൂലം പ്രദേശത്തെ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് നിയമാനുസൃത ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായും വ്യാപാരികൾ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ചില സഞ്ചാരികൾ വർക്കലയിൽ താമസിക്കാതെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതായും ടൂറിസം മേഖലയിലുള്ളവർ ആശങ്കപ്പെടുന്നു. നല്ല എമൗണ്ട് മുടക്കിയാണ് നമ്മൾ ഹോം സ്റ്റേ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേയിൽ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ ഫുള്ളൊക്കെ ഇറങ്ങി ആൽപ്പിക്കുന്നത് മാത്രമല്ല, അവർ തമ്മിൽ അടി. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഇതും ഇല്ലാത്ത രീതിയിലാണ് ഇവന്മാർ ഇടപെടുന്നത്. അത് വളരെ വളരെ ഒരു ഇഷ്യൂസ് ഉള്ളൊരു സംഭവമാണ്. വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷനും പ്രദേശവാസികളും അനധികൃത ക്യാൻവാസിങ്ങിനും അനധികൃത പാർക്കിങ്ങിനുമെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്ത പരിശോധന ശക്തമാക്കുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.